നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ, പെരിങ്ങോട്. ഇന്ന് കുറച്ച് കൗതുകകരമായ ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരും ക്യാപ്ഷൻ കണ്ടിട്ടുണ്ടാവും. സ്വപ്നത്തിൽ ചില വസ്തുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവും. എങ്ങനെ ഇപ്പോൾ മഹാലക്ഷ്മി അനുഗ്രഹിക്കുമ്പോൾ സ്വപ്നം കാണുക? ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. ആദ്യം നമ്മളെങ്ങനെ ഈ സ്വപ്നം കാണാന്നുള്ളത് മനസ്സിലാക്കണം. ഈ നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ്. 5 ഭൂതങ്ങളുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ശരീരം. അതിൽ വാതം, പിത്തം, കഫം, ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്. വാതം, പിത്തം, കഫം, ഇങ്ങനെയാണ് ഈ ത്രിദോഷങ്ങൾ എന്നാണ് അതിന് പറയുക. വാതം, പിത്തം, കഫം. ഇത് കോപിച്ചാൽ നമ്മൾ ദുസ്വപ്നങ്ങൾ കാണും. അപ്പോൾ അതിൻ്റെ അസന്തുലിതാവസ്ഥ ഇല്ലാത്ത സമയത്ത് നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ നല്ല സ്വപ്നങ്ങളാവും. അസന്തുലിതാവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് കാണുന്ന സ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങളാവും എന്നുള്ളത് തൽക്കാലം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞ വിഷയം മഹാലക്ഷ്മി നമ്മളെ അനുഗ്രഹിക്കാൻ പോകുകയാണെന്നുള്ളതിന് തൊട്ട് മുൻപ് നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങൾ. അത് അനുഭവമുള്ള കാര്യമാണ് കേട്ടോ. ഇത് നിസ്സാരമായിട്ട് തള്ളേണ്ട ഒരു വിഷയമല്ല. അത് കൗതുകമൊന്നുമല്ല, ശരിക്കുള്ളത് തന്നെയാണ്. ഇത് ഈ സ്വപ്നഫലങ്ങളെ പറ്റിയിട്ട് അനവധി ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ വിവരണമുണ്ട്. അപ്പോൾ അതിൽ പ്രമുഖ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് കാണാം. നമുക്ക് പ്രശ്നമാർഗം പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ വിശദമായിട്ട് തന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഒരു പ്രേക്ഷകൻ ഒരാൾ ഇന്ന് എൻ്റെ അടുത്ത് നോക്കാൻ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അതിൻ്റെ ഫലം എന്താണെന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സ്വപ്ന ദർശന ഫലം അറിയാൻ വേണ്ടിയിട്ട് പ്രശ്നം വയ്ക്കുന്നത്. മറ്റുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വരാറുണ്ടെങ്കിലും ആളുകൾക്ക് ചിലപ്പോൾ അറിയാഞ്ഞിട്ടാവാം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നം വെച്ച് നോക്കണം. അപ്പോൾ അദ്ദേഹം കുറച്ച് പ്രായമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്നോട് പറഞ്ഞു, ഗുരുനാഥ, ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എന്താണ് അതിൻ്റെ ഒരു ഫലം എന്നുള്ളതെന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴാണ് അങ്ങ് സ്വപ്നം കണ്ടത്? അപ്പോൾ ഉദ്ദേശം ഞാനൊരു 3 മണി സമയമൊക്കെ ആവുമ്പോൾ ആണത് കണ്ടത്. ആ സ്വപ്നം കണ്ടപ്പോൾ എനിക്ക് ഉള്ള ഒരു അനുഭവം എന്താണെന്നുള്ളത് അങ്ങൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഇതിനെ 4 പാർട്ടാക്കണം ആദ്യമായിട്ട്. അപ്പോൾ എങ്ങനെ ഇതിനെ 4 പാർട്ടാക്കാം? അപ്പോൾ ഒരു ദിവസത്തിന് 24 മണിക്കൂർ അല്ലേ? അപ്പോൾ ഒരു ദിവസം 8 യാമങ്ങളുണ്ട്. യാമം എന്ന് പറയുമ്പോൾ 3 മണിക്കൂർ അഥവാ 7.5 നാഴികയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഒരു യാമം. അപ്പോൾ നമ്മൾ ഏകദേശം അസ്തമിച്ചതിന് ശേഷം പിറ്റത്തെ ദിവസം പുലർച്ചെ വരയ്ക്ക് 4 യാമങ്ങൾ നമ്മൾ കണക്കാക്കലുണ്ട്. അതെങ്ങനെയാണ്? 1-ാം യാമം എന്ന് പറയുമ്പോൾ 6 മണി മുതൽ 9 മണി വരയ്ക്ക് അതിന് 1-ാം യാമം എന്ന് പറയും. അതിന് പാർവതീയാമം എന്നൊരു പേരുണ്ട്. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കേട്ടോ. ഇതൊക്കെ അപൂർവമായിട്ട് കിട്ടുന്ന പേരുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ജ്യോതിഷ വിദ്യാർത്ഥികൾക്കൊക്കെ അത് പ്രയോജനമാണ്. ഇതിൽ നിന്നുള്ള സാരാംശം കൂടി നമ്മൾ ഉൾക്കൊള്ളണേ. അതാണ്. 2-ാം യാമം എന്ന് പറയുമ്പോൾ രാത്രി 9 മണി മുതൽ 12 മണി വരയ്ക്ക്, അർദ്ധരാത്രി വരയ്ക്ക്. അതിന് ദുർഗായാമം എന്ന പേര് പറയാറുണ്ട്. 3-ാം യാമം എന്ന് പറയുമ്പോൾ 12 മണിക്ക് ശേഷം 3 മണി വരയ്ക്കുള്ള സമയം. അതിന് ഭദ്രകാളിയാമം എന്ന പേരാണ് പറയൽ. 4-ാം യാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണി മുതൽ 6 മണി വരെ, ഏകദേശം ഉദയം വരെ. അതിന് സരസ്വതീയാമം എന്ന് പറയും. ഈ പേര് പിന്നെ മിക്കത് കേട്ടിട്ടുണ്ട്. സരസ്വതീയാമത്തിൽ നീട്ട് പഠിക്കുക, എന്നാൽ നല്ലോണം പഠിപ്പുണ്ടാവും, നല്ലോണം ബുദ്ധി തെളിയും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ പൂർവികന്മാർ. അപ്പോൾ അദ്ദേഹം കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ ഒരു തോട്ടത്തിൽ ഇങ്ങനെ പഴം പഴുത്ത് നിൽക്കുക. അതിങ്ങനെ ധാരാളം പഴങ്ങൾ, എന്തൊക്കെയോ തരം പഴങ്ങളുണ്ട് പറഞ്ഞു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് സ്വപ്ന ദർശന ഫലം അറിയാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് പ്രശ്നം വെച്ച് നോക്കാം. അപ്പോൾ അങ്ങ് 3 മണി സമയത്താണല്ലോ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു പ്രമാണമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വപ്നേ പശ്യതിയോയ ഫലകുസുമം മുകുരരത്നദധികലശാൻ തണ്ടുലദുഗ്ധാധിന്യ വിലഭതേ സമുപൈദിതം മഹാലക്ഷ്മി. എന്തായാലും അങ്ങ് കണ്ട സ്വപ്നം വെറുതെ ആവില്ല. അത് ഒരു മഹാലക്ഷ്മി കടാക്ഷത്തിൻ്റെ ഒരു സിമ്പിളായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അത് ആകാംക്ഷയായി അദ്ദേഹത്തിന്. അപ്പോൾ പശ്യതി ഫലം കുസുമം, അതായത് യഹ എന്ന് പറഞ്ഞാൽ യാവനൊരുത്തൻ പശ്യതി കാണുന്നു. എന്താ? യഹ ഫലകുസുമം, അതായത് നല്ല പഴുത്ത പഴങ്ങൾ, കുസുമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പങ്ങൾ, നല്ല ഭംഗിയുള്ള പുഷ്പങ്ങൾ. പിന്നെയോ മുകുര രത്നദധി കലശാൻ അഭിഹി, കണ്ണാടി കാണാം, രത്നം കാണാം, രത്നങ്ങൾ
രത്നങ്ങളെ സ്വപ്നം കാണാം. കലശം, ധതി കലശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരും കുടം, തൈര് കുടം, ഇതൊക്കെ തൈരും കുടം കാണുക നമ്മൾ പറയില്ലേ, ഇങ്ങനെ വെണ്ണ നിറഞ്ഞിരിക്കുന്നത്, പാല് നിറഞ്ഞിരിക്കുന്നത്, തൈര് നിറഞ്ഞിരിക്കുന്നതൊക്കെ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ കണ്ട ആൾക്കാർക്ക് ഇതൊക്കെ സ്വപ്നം കാണാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ തൈരും കുടം കാണാം. തണ്ടുല ദുഗ്ധാദീൻ, തണ്ടുലം എന്ന് പറഞ്ഞാൽ അരിയാണ്, ദുഗ്ധം പാലാണ്. അപ്പോൾ പാല്, അരി, ഇതൊക്കെ സ്വപ്നം കാണാം. ലഭതേതം മഹാലക്ഷ്മി സമുപൈതിഹി, ഇതിനർത്ഥം സമുപൈതി മഹാലക്ഷ്മി തം, നിങ്ങളെ മഹാലക്ഷ്മി ദേവി പിന്തുടരുന്നു എന്നർത്ഥം. അതായത് വരാൻ പോകുന്ന സമ്പത്തിൻ്റെ അനുഭവഫലത്തെ മുന്നറിയിപ്പായി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് പ്രശ്നം വെച്ചതാണ്, അതിൻ്റെ റിസൾട്ട് എത്ര സമയത്തിൻ്റെ ഉള്ളിലാണ് വരിക എന്നുള്ളത് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുവരെ അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രേക്ഷകരോട് തീർച്ചയായിട്ടും പറയുകയും ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ ഈ 4 യാമങ്ങളെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? സ്വപ്നസ്യ ഫലഭാഗഃ രാത്രേ യാമക്രമഃ വത്സരതഃ അഷ്ടകതഃ വാ മാസത്രിതയേന ദശഭിഃ വാസരൈഃ ജ്ഞേയഃ എന്ന് ആചാര്യൻ പറഞ്ഞു വെച്ചു. ഇതിനർത്ഥം ഇതെന്നാ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുക, കണ്ട ഉടനെ കിട്ടുമോ, എപ്പോഴാണ് കിട്ടുക എന്നറിയണ്ടേ, അതിനാണ് ഈ പ്രമാണം. അതായത് രാത്രിയുടെ 1-ാം യാമത്തിൽ കണ്ടു കഴിഞ്ഞാൽ, അതായത് 6 മണി മുതൽ 9 മണിക്കുള്ളിൽ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ, മനുഷ്യന്മാർ യാദൃശ്ചികമായിട്ട് ഉറങ്ങാമല്ലോ ചിലപ്പോൾ, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ 1 കൊല്ലത്തിനകത്തും 2-ാം യാമത്തിൽ, അതായത് 9 മണി മുതൽ 12 മണി വരയ്ക്കുള്ള സമയത്ത് സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ 8 മാസത്തിനകത്തും, 3-ാം യാമത്തിൽ സ്വപ്നം കണ്ടാൽ 12 മണി മുതൽ 3 മണി വരയ്ക്കുള്ള സമയത്ത്, അതായത് 3-ാം യാമത്തിൽ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ 3 മാസത്തിനകത്തും, 4-ാം യാമത്തിൽ സ്വപ്നം കണ്ടാൽ 3 മണി മുതൽ 6 മണി വരെ പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കും എന്ന് മുത്തശ്ശിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം അല്ലേ? പുലർച്ചെ കണ്ട സ്വപ്നം ഫലിക്കും, നാട്ടിൽ പൊതുവേ ഒരു ചൊല്ലുള്ളതാണ്. അപ്പോൾ 4-ാം യാമത്തിൽ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ 10 ദിവസത്തിനകത്തും ഫലാനുഭവം ഉണ്ടാവുന്ന. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ കുറച്ച് സാമ്പത്തികം കയ്യിൽ വരും, എന്നിട്ട് എന്നോട് വരുമെന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് അദ്ദേഹം പറയുന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്നെ കുറേ കാലങ്ങളായിട്ട് അടുപ്പുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതൊരു നല്ല അറിവ്, ഇതൊരു പ്രേക്ഷകരുമായിട്ട് സംവദിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇതൊരു വീഡിയോ ആക്കി ചെയ്യാൻ ഞാൻ മനസ്സ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എന്തായാലും ഇതൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജ്യോതിഷത്തിലുണ്ട്. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ പല ചാനലുകളിലും കണ്ടിട്ടുണ്ട്, നിങ്ങൾ സമ്പത്ത് വരാൻ പോകുന്നതിൻ്റെ ലക്ഷണം എന്നൊക്കെ. അത് എന്തോ ആയിക്കോട്ടെ, പക്ഷേ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരും, സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.